വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടിയ പുലി ചത്തുപോയി. ഇന്ന് പുലർച്ചെ 3 ആടുകളെ പുലി കടിച്ചു കൊന്നിരുന്നു. ഈ പുലിയാണ് ചത്തുപോയത്. അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. കമ്പളക്കാട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പുലിയാണ്. അപ്പോൾ അത് മൂവ് ചെയ്തിട്ട് ഇവിടെ പനമരം വരെ എത്തി. അപ്പോൾ ഇന്നലെ രാത്രി ഒരു വാസുദേവൻ എന്ന് പറയുന്ന ആളുടെ 3 ആടിനെ പിടിച്ചു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റാഫ് ഇവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് മുളങ്കൂട്ടത്തിൽ ഒരു ആടിൻ്റെ ജഡം കണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, പ്രദേശവാസികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ടയേർഡായിരുന്നു, പുലി വളരെ ടയർഡായിരുന്നു. നമുക്ക് പരിക്കുകൾ നേരത്തെ ഉണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, ബത്തേരി ലാബിലേക്ക് മാറ്റി. പുലിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് വിവരം. പനമരത്തെ കാര്യങ്ങളുമായി കാളിദാസൻ ദേവദാസൻ വയനാട്ടിൽ നിന്ന് ചേരുന്നു. പറയൂ കാളിദാസൻ. ഈ പനമരത്ത് വലിയ ഭീതിയിലാഴ്ത്തിയ പ്രദേശവാസികളെയൊക്കെ വലിയ ഭീതിയിലാഴ്ത്തിയ കഴിഞ്ഞ ദിവസം 3 ആടുകളെ കൊന്ന് ആ പുലിയെ കൊണ്ടുവരിക്കുന്നു. അതിന് പിന്നാലെ ആ പുലി ചത്തതായി കൂടി വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കുപ്പാടി മൃഗപരിചരണ കേന്ദ്രത്തിൽ നടന്ന പരിശോധനയ്ക്കിടെയാണ് ചത്തതായി സ്ഥിരീകരിച്ചത്. എന്നിരുന്നാലും വലിയ ഭീതിയിലാഴ്ത്തിയിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഈ ഒരു പുലിയുടെ സാന്നിധ്യം പനമരം പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ രാത്രിയോടെയാണ് ഇപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു 10 മീറ്റർ അകലെയുള്ള വാസുദേവന്റെ 3 ആടുകളെ പുലി കൊന്നത്. ഇപ്പോൾ ഇവിടെ ആ ചത്ത ആടുകളുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്നിരുന്നാലും ഈ ഭാഗത്ത് ഇവിടെ ആദ്യമായി പുലിയെ കണ്ട പ്രദേശവാസി ഇവിടെയുണ്ട്. എങ്ങനെയാണ്, എപ്പോഴാണ് കണ്ടത്? രാവിലെ ഒരു 6:30 മണിയായിട്ടുണ്ടാവും. ഞാൻ ആദ്യം ആടിൻ്റെ ഇതാണ് കണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പുലി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ അപ്പോൾ കണ്ടപ്പോൾ ഒരു കരച്ചിൽ കരഞ്ഞു. അപ്പോഴേ മൂപ്പരെ ഞാൻ വന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് അറിഞ്ഞത്. അപ്പം ആദ്യം ഈ ഒരു പ്രദേശത്ത് ആദ്യം പുലിയെ കണ്ട ആളാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പുലിക്ക് നിൽക്കാൻ പാകത്തിനുള്ള സ്ഥലമാണ്, കൊല്ലി പ്രദേശമാണ്. ഇവിടെയൊക്കെ പുലി അങ്ങനെ അങ്ങോട്ട് ഒളിച്ചു നിൽക്കുകയായിരുന്നു. രാവിലെ കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം ഉണ്ടായതോടുകൂടി തന്നെ വനംവകുപ്പും ഒപ്പം RRT സംഘവും ഒക്കെ ഇതിനെ കൃത്യമായി നിരീക്ഷിച്ച് വരികയായിരുന്നു. പിന്നീട് കൃത്യമായ ഒരു സ്ഥലത്ത് പുലിയെ സ്പോട്ട് ചെയ്ത ശേഷം ഇതിനെ പിടിക്കാനായി ഉള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിൽ പുലി വലിയ രീതിയിൽ ചാടിയെടുത്തു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷേ പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ മനസ്സിലാക്കേണ്ടത്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പുലി അത്രയധികം അവശനായിരുന്നു, ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് വലയുപയോഗിച്ചാണ് ഈ വനംവകുപ്പ് അധികൃതരടക്കം ഈ പുലിയെ പിടിച്ചിരുന്നത്. ആ പുലിയെ പിടിച്ച ശേഷം ഉടനെ തന്നെ കുപ്പാടി മൃഗപരിചരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്ത് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ടായിരുന്നു അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത്രത്തോളം അവശ നിലയിലാണ്. എന്നിരുന്നാലും നിലവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ പനമരത്ത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ പുലി ചത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.